ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ പാർട്ട് 3 ബയോളജി ആണ് കേട്ടോ. അതായത് നമ്മുടെ വീഡിയോയുടെ 3rd പാർട്ടാണേ. നമ്മൾ എൻഡോസ്കെൽറ്റൻ എക്സോസ്കെൽറ്റൻ വരെയൊക്കെയാണ് പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്തേക്കുന്നുണ്ടോ? സം ഓർഗാനിസം ഹാവിങ് എക്സോസ്കെൽറ്റൻ ഷെഡ് ദെയർ ഔട്ടർ കവറിങ് വൈ. ഇപ്പോൾ ചില ഓർഗാനിസംസ്, ഉദാഹരണത്തിന് പാമ്പ്, ഈ പാമ്പൊക്കെ അതിൻ്റെ സ്കിന്ന്, അതായത് നമ്മൾ പട ഉരിച്ച് വയ്ക്കുമെന്ന് പറയല്ലേ, ആ ഒരു സ്കിന്ന് എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേടെ, ഞാൻ എന്തോ ഒരു പേര് പറയും, പടമുരിച്ച് വയ്ക്കുക എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ? കാരണം ഈ പാമ്പുകളുടെയൊക്കെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, പാമ്പുകൾ വളരുന്നതിനനുസരിച്ച് അതിൻ്റെ സ്കിൻ എന്ത് ചെയ്യത്തില്ല, വളരില്ല. അപ്പോൾ അതിൻ്റെ ബോഡി വളരുന്നതിനനുസരിച്ച് അതിൻ്റെ സ്കിൻ എന്താവും, ടൈറ്റാവും. അപ്പോൾ സ്കിന്ന് ടൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ആ പറം കൊണ്ടുവന്ന് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഉരയ്ക്കുകയോ മരത്തിലിങ്ങനെ ഇറുകി കയറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഉള്ള സ്കിന്നും ഇളകി പോവുകയും പുതിയ സ്കിന്ന് എന്താ, അതിൻ്റെ ബോഡിക്ക് ആപ്റ്റായിട്ടുള്ള സ്കിന്ന് വളരുകയും ചെയ്യുന്നു. ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് കുഞ്ഞു പാമ്പുകളാണ്, ബേബി സ്നേക്സ് ആണ് ചെയ്യുന്നത്. കാരണം ബേബി സ്നേക്സ് ആണല്ലോ പെട്ടെന്ന് വളരുന്നത്. ലൈക്ക് നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുന്നത് പോലെ, നമ്മൾ ഓരോ പ്രായത്തിൽ ഓരോ ഡ്രസ്സ് ഇടത്തില്ലേ, അതുപോലെ തന്നെയാണ് ഈ പാമ്പ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്കിന്ന് മാറ്റി പുതിയ സ്കിന്ന് എന്ത് ചെയ്യുന്നത്, വയ്ക്കുന്നത്. അങ്ങനെ ഓരോ ഓർഗാനിസംസും അതിൻ്റെ ഔട്ടർ കവറിങ് ഷെഡ് ചെയ്യുന്നതിന് പല റീസൺസ് ഉണ്ടായിരിക്കാം കേട്ടോ. പാമ്പിൻ്റെ ഒരു എക്സെപ്ഷൻ, ഒരു റീസൺ ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അടുത്ത ടോപ്പിക് ജോയിൻസ് ആണ്, സന്ധികൾ. ജോയിൻസ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് ബോണുകളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ ജോയിൻസ് എന്ന് പറയുന്നത്, സന്ധികളെന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മൂവ്മെൻറ്റ്സ് കുറച്ചുകൂടെ ഈസിയർ ആണെന്നാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതാണ് ജോയിൻസിൻ്റെ ഡയഗ്രാം. ആ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ, രണ്ട് ബോൺസ്, ആ ബോൺസിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ ബോൺസിൻ്റെ എൻ പോർഷനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്ന് പറയുന്നത്. അതിന് എൻകൈസ് ചെയ്തുകൊണ്ടൊരു ക്യാപ്സ്യൂളുണ്ട്, ലിഗമെൻ്റ് ഉണ്ട്, നടുക്കായിട്ട് സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്, വിച്ച് കെയിം ഫ്രം ദി സൈനോവിയൽ മെംബ്രെയിൻ. ഓക്കെ, നമ്മൾ ഈ മുട്ടിലൊക്കെ ചിലർക്ക് തേയ്മാനമൊക്കെ വരുന്നില്ലേ, അതെപ്പോഴാണ് ഈ ബോണുകൾ, ഈ ചേർന്നിരിക്കുന്ന രണ്ട് ബോണുകൾ തമ്മിൽ ഉരയുമ്പോൾ, അതുപോലെ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുമ്പോഴൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത്, തേയ്മാനമൊക്കെ വരുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ബോൺസിനെ കണക്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് കാണുന്നതിനാണ് ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാർട്ടിലേജ് എന്ന് വെച്ചാൽ ബോണിൻ്റെ ടിപ്പിലായിട്ട് കാണുന്നതാണ്. സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന രണ്ട് ബോൺസിന് ബിറ്റ്വീനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ്, ഒരു ദ്രാവകത്തിനെയാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈനോവിയൽ സെൽസിൽ നിന്നാണ്, സൈനോവിയൽ മെംബ്രെയിനിലുള്ള സൈനോവിയൽ സെൽസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി ആ പിക്ചറിൽ പറഞ്ഞതാണ്. ഈ ജോയിൻസ് 4 തരമാണുള്ളത് കേട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, പിവറ്റ് ജോയിൻറ്റ് ആൻഡ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത് കാണപ്പെടുന്ന നമ്മുടെ ഈ കൈയുടെയൊക്കെ റിസ്റ്റ് പോർഷനിൽ, നമ്മൾ വാച്ച് കിട്ടുന്നതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ടായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഗ്ലൈഡിങ് ജോയിൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണെങ്കിലോ നമ്മുടെ കഴുത്തിൽ നിന്ന് ഈ കൈയിലേക്ക് കണക്ട് ചെയ്യുന്നില്ലേ, നമ്മൾ കണക്ട് ചെയ്ത് വരുന്നതാണ് ഇതെന്ന് പറയുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്നത്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കാല്, നമ്മുടെ കണ്ണങ്കാലിൻ്റെ അവിടെ നിന്ന് മെയിൻ നമ്മുടെ പാദത്തിലേക്ക് കണക്ട് ചെയ്ത് വരുന്നതാണ് ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫാരിങ്സ്, നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു തൊണ്ടയുടെയൊക്കെ ആ ഒരു പോർഷനിലായിട്ട് വരുന്നതാണ് പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതൊരു ബോൾ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ഹെഡ്, ഒരു കപ്പും ഒരു കപ്പിലേക്ക് ഒരു ബോൾ ഇൻസേർട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ആ ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ഇരിക്കുന്നത്, ആ ഒരു ജോയിൻ്റ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഷോൾഡേഴ്സിലും പിന്നെ ഹ്യൂമൻ ബോഡിയുടെ ഹിപ്സിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത് കേട്ടോ. ഹിഞ്ച് ജോയിൻ്റ് ആണെങ്കിലോ അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്ന് പറയുന്നത്, നമുക്ക് അതിനെ ബെൻഡ് ചെയ്യാനും ഫ്ലെക്സിബിളായിട്ടും അല്ലെങ്കിൽ ഫ്ലെക്സിങ്ങിനും അതുപോലെ തന്നെ സ്ട്രെയിറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. എൽബോസിലും നീസിലും ആങ്കിൾസിലും ടോസിലും ഫിംഗേഴ്സിലും ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിവറ്റ് ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതൊരു സിലിണ്ടർ ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ബോണാണ്. ആ ബോൺ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു റിംഗ് ഷേപ്പ്ഡ് ആയിട്ടുള്ളൊരു ബോണുമായിട്ട് അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത്. കാണാൻ സാധിക്കുന്നത് നെക്കിലും റിസ്റ്റിലും ആയിട്ടാണ്. ആൻഡ് ലാസ്റ്റ് ഇസ് ഗ്ലൈഡിങ് ജോയിൻറ്റ്. അതെന്ന് പറയുന്നത് ബോൺസിനെ ഗ്ലൈഡ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കാണുന്നത് ഈ കൈകളുടെയൊക്കെ നമ്മുടെ റിസ്റ്റ് പോർഷൻ എന്ന് പറയും അല്ലേ, കൈയുടെയൊക്കെ ആ ഒരു ഗ്ലൈഡ് ചെയ്യിക്കാനൊക്കെ, അതായത് നമ്മുടെ കൈ ഇങ്ങനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കറക്കി എടുക്കുകയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് ഗ്ലൈഡിങ് ജോയിൻറ്റ്സ് എന്ന് പറയുന്നത്.
So yes, these are the 4 types of joints: ball and socket joint, hinge joint, pivot joint and gliding joint. Moving to the next topic. ആ ഒരു ബോക്സ് തന്നേക്കുന്നത് ബോൺ ഗ്രോത്തിനെ പറ്റിയും ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ വളർച്ച ഡിറ്റർമൈൻ ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ വളർച്ചയാണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റാണ് നമ്മളെ വളർച്ച എന്ത് ചെയ്യുന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മുടെ ബോൺസിനകത്ത് കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ബോൺസ് എന്താവുള്ളൂ, നല്ല സ്ട്രോങ് ആയിട്ടും സ്ട്രെങ്ത് ഉള്ളത് ആയിട്ടിരിക്കത്തുള്ളൂ, ഹാർഡായിട്ടിരിക്കത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം. അതായത് പാല്, തൈര്, ബട്ടർ, പിന്നെ ഫിഷ്, ലീഫി വെജിറ്റബിൾസൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു സ്റ്റേജിൽ കഴിക്കണം. പിന്നെ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? സൺലൈറ്റിൽ നിന്നാണ്. സോ നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുന്ന ഗെയിമുകൾ കൂടുതലായിട്ട് കളിക്കുക. അതായത് ക്രിക്കറ്റ്, ഫുട്ബോൾ, പുറത്ത് നിന്ന് കളിക്കുന്ന ഗെയിംസ് കൂടുതലായിട്ട് കൂട്ടുക. പിന്നെ എഗ്ഗ്, ഫിഷൊക്കെ എന്ത് ചെയ്യണം, കഴിക്കണം. അതൊക്കെ വൈറ്റമിൻ ഡിയുടെ സോഴ്സാണ്. പിന്നെന്താ പറയുന്നത്, നമ്മുടെ ബോണിന് പ്രോട്ടീൻ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ മീറ്റ്, ബീൻസ്, പീസ്, അതായത് എല്ലാ ധാന്യങ്ങളും കഴിക്കുക, ഡയറ്റ് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഏജ് കൂടുന്നതിനനുസരിച്ച് ബോണിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും, ഭയങ്കര വീക്കാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ആ ബോൺ എന്തായിട്ട് തുടങ്ങും, ഫ്രാക്ചർ ആവാൻ, പൊട്ടിപ്പോകാനും, ഡിസിൻറ്റഗ്രേഷൻ, അതായത് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ആ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക, ഫുഡ് കഴിക്കുക. അതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വയസ്സായി വരുന്ന ആൾക്കാരുടെയൊക്കെ ബോൺ ഡീഗ്രഡേഷൻ ഒരു പരിധി വരെ എന്ത് ചെയ്യാം, കുറയ്ക്കാം എന്നുള്ളതാണ് ആ ഒരു ബോക്സിനകത്ത് പറഞ്ഞേക്കുന്നത്. റൈറ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഹൗ ഡസ് ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി അഫക്ട് ദ ബോഡി? ബോഡിയിൽ വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കൂടെ? നമ്മളിപ്പോൾ ബോക്സിൽ പറഞ്ഞ തന്നെയാണ്. ബോൺസുമായിട്ട് നോക്കുകയാണെങ്കിൽ ബോൺസിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ്. വൈറ്റമിൻ ഡി ഇല്ല എന്നുണ്ടെങ്കിൽ ബോൺസ് എന്ത് ചെയ്യും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും, പൊടിയും, അല്ലേ? പിന്നെ അതിലൂടെ ഓസ്റ്റിയോപോറസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ വരും. ഓസ്റ്റിയോപോറസിസ് എന്ന് വെച്ചാൽ ഈ എല്ല് പൊടിയുന്ന അസുഖമാണ് കേട്ടോ. പിന്നെ മസിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മസിൽസിലും വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് വേണം. ഇല്ല എന്നാണെങ്കിൽ മസിലിന് ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ സ്കിന്നിനുമൊക്കെ ഭയങ്കര ഡാമേജാണ്. സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും, വൈറ്റമിൻ ഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെയിലാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയേണ്ടത് എന്തിൻ്റെ കാര്യങ്ങളാണ്? ബോൺസിൻ്റെയും മസിൽസിൻ്റെയും കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോൺസിൻ്റെയും മസിൽസിൻ്റെയും കാര്യം പറയാം. ബോൺസ് ഫ്രാക്ചർ ആവാനുള്ള ചാൻസ്, പോസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ആൻഡ് ഫൈനലി അതിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. മസിൽസ് ആണെങ്കിൽ മസിൽസിൽ ഭയങ്കരമായിട്ടുള്ള വേദനയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അനുഭവപ്പെടും ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വെയിലത്തൊക്കെ ഓടി കളിക്കാനും ഒക്കെ പോകണം. വെയിലാണെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് കയറിയിരിക്കാണ്ട് പുറത്തേക്കൊക്കെ പോയി കളിക്കുകയും ഓടുകയും ചാടുകയും ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ ചെയ്യണം. മസിൽസ് ആൻഡ് എക്സർസൈസ് എന്താണ്? നമ്മൾ ഡെയിലി ചെയ്യുന്ന നമ്മുടെ റൊട്ടീൻ്റെ ഇപ്പോൾ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, എക്സർസൈസ് എന്ന് പറയുന്നത്. നമ്മൾ എക്സർസൈസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സർസൈസ് ചെയ്യുന്നത്. എക്സർസൈസ് ഹെൽപ്പ് ടു സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ഇൻക്രീസ് ദർ എഫിഷ്യൻസി. എക്സർസൈസിലൂടെ മസിൽസിൻ്റെ എന്ത് കൂടുന്നു, സ്ട്രെങ്ത് കൂടുകയും അതിൻ്റെ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് ഒക്കെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ സൈഡിലൊരു ബോക്സ് തന്നിട്ടുണ്ട്, അതിനെ വായിച്ച് നോക്കുക. വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ദ ടോട്ടൽ വോളിയം ഓഫ് എ എയർ എക്സ്ഹൈൽഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ ഡീപ്പ് ഇൻഹൈലേഷൻ ഈസ് കാൾഡ് വൈറ്റൽ കപ്പാസിറ്റി. അതായത് നമ്മൾ ശ്വാസം വിട്ടതിന് ശേഷം ലങ്സിൽ നിന്ന് എയർ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിട്ടതിന് ശേഷം നമ്മൾ എത്രത്തോളം എയർ ആണോ ഇൻഹൈൽ ചെയ്യുന്നത്, അകത്തേക്ക് എടുക്കുന്നത്, അതിൻ്റെ ആ ഒരു അളവ്, ആ ഒരു ടോട്ടൽ വോളിയത്തിനാണ് എന്തെന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നമ്മൾ റെസ്പിറേഷനൊക്കെ ചെയ്യുന്നത് ഹെൽത്തി റെസ്പിറേഷൻ ആണോ, അങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ബോക്സ് തന്നേക്കുന്നത് നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ബോഡി പാർട്സിലും ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് ആണ്. ലങ്സ്, ഹാൻഡ്സ്, ലെഗ്സ്, മസിൽസ്, ബോൺസ്, അതുപോലെ തന്നെ ഹാർട്ട്. ലങ്സിൻ്റെ അവിടെ തന്നിട്ടുണ്ട് വൈറ്റൽ കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇൻഹൈൽ ചെയ്യുന്ന ആ ഒരു ടോട്ടൽ വോളിയമൊക്കെ കറക്റ്റാവും. നമ്മൾ ഇത്രയും നമ്മൾ ഇൻഹൈൽ ചെയ്യാവുള്ളൂ, ഇത്രയും നമ്മൾ എക്സ്ഹൈൽ ചെയ്യാവുള്ളൂ എന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കുന്നുണ്ട്. ഇനി ഹാൻഡ്സിനും ലെഗ്സിലും ആണെങ്കിലോടെ നമ്മുടെ കൈകാലുകളൊക്കെ എക്സർസൈസ് ചെയ്യുമ്പോൾ എന്താവും, കുറച്ചുകൂടെ സ്ട്രെങ്ത് ആവും. മസിൽസ് ആയിക്കോട്ടെ, ബോൺസ് ആയിക്കോട്ടെ, ഹാൻഡ്സ് ആയിക്കോട്ടെ, ലെഗ്സ് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫീച്ചറാണ് പറയുന്നത്. സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടും. നമ്മൾ കുറച്ചുകൂടി
കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു എക്സർസൈസ് ചെയ്യാത്തൊരു വ്യക്തി ഡാൻസ് കളിക്കുന്നതും എക്സർസൈസൊക്കെ ചെയ്ത് നല്ല ബോഡിയൊക്കെ വഴങ്ങിയ ഒരു വ്യക്തി കളിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലേ. ആ എക്സർസൈസൊക്കെ ചെയ്ത് ഡെയിലി ഡാൻസ് കളിക്കുന്ന ആളുടെ ബോഡി എങ്ങനെയാണ്, ഫ്ലെക്സിബിളാണ് നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യിക്കുന്നു, ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇനി ഹാർട്ടിലും ബ്ലഡ് വെസൽസിലും ആണെങ്കിലോ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു എക്സർസൈസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അടുത്തത് ഡിസോർഡേഴ്സാണ്. മസിൽസിലും ബോൺസിലും ഒക്കെ വരുന്ന ഡിസോർഡേഴ്സ്. 2 ഡിസോർഡേഴ്സാണ് തരുന്നത്, ഓസ്റ്റിയോപോറോസിസ് ആൻഡ് റുമറ്റോയ്ഡ് ആർത്തറൈറ്റിസ്. ഓസ്റ്റിയോപോറോസിസ് എന്താണ്? This is a condition in which part of bones get damaged and density of bones deteriorates as they become porous. The deficiency of protein, calcium and vitamin D also led to this disease. അതായത് ബോൺസ് എന്താവുന്നു, ഡാമേജ് ആവുന്നു. അതുമാത്രമല്ല ബോണിനൊരു സ്ട്രെങ്ത് ഉണ്ട്, ഒരു ഡെൻസിറ്റി ഉണ്ട്, അതെന്ത് ചെയ്യുന്നു, ഡീറ്റീരിയോറേറ്റ് ചെയ്യുന്നു, ഇല്ലാണ്ടാവുന്നു. കാരണം എന്താ, ആ ബോൺസിൽ പോറസ് ആവും. പോറസ് എന്ന് വെച്ചാൽ പോഴ്സുകൾ വീഴും, അതായത് കുത്ത് പോഴ്സുകൾ വീഴും. ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ്റെ, കാൽഷ്യത്തിൻ്റെ, വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഡെഫിഷ്യൻസി കാരണമായിരിക്കാം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, ബോൺസിൻ്റെ സ്ട്രെങ്ത് കുറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു ബോക്സിൽ പറഞ്ഞായിരുന്നല്ലോ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ എന്താണ് ബോൺസിനകത്ത് കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി ഒന്നും ഇല്ലയെന്നാണെങ്കിൽ അതിനകത്ത് എന്ത് വരും, ബോണിൻ്റെ സ്ട്രെങ്ത് കുറയും, ഡെൻസിറ്റി കുറയും. ബോൺസിനകത്ത് എന്ത് വരും, പോഴ്സുകൾ, അറകൾ അല്ലെങ്കിൽ കുഴികൾ അല്ലെങ്കിൽ എന്താണ് ഹോളുകൾ വീഴും. ആൻഡ് ബോൺ എന്തായിട്ട് തുടങ്ങും, ഡാമേജ് ആയിട്ട് തുടങ്ങും. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ഓസ്റ്റിയോപോറോസിസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അതായത് ചില ആൾക്കാരിൽ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ തന്നെ പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധം ചെയ്യുന്ന ആ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാർട്ടിലേജിനെയും സൈനോവിയൽ മെംബ്രെയിനൊക്കെ ഓൾറെഡി പറഞ്ഞു. സൈനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെംബ്രെയിനാണ് സൈനോവിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഡിസ്ട്രോയ് ചെയ്യുന്നു, ഇല്ലാണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിലെ ജോയിൻറ്റ് തന്നെ എടുക്കുക, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് വേദനയും അതുമല്ല അവിടെ തടിച്ചൊക്കെ ഇരിക്കും, ഇങ്ങനെ സ്വെല്ലിംഗ് ഒക്കെ വരും. ഈ ഒരു ഡിസോർഡർ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വുമണിലാണ്. മെന്നിനേക്കാളും വുമണിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്ത മസിൽസിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. ഇത് കൂടുതൽ കാണുന്നത് മെന്നിലാണ്. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, മസിൽസ് പല കാരണങ്ങൾ കൊണ്ട് എന്താകുന്നു, ഡാമേജ് ആവുന്നു, ഇല്ലാണ്ടാവുന്നു, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര വീക്കാവുന്നു, മസിൽസ് വീക്കാവുന്നു. ഇത് കൂടുതലും ബോയ്സിലാണ് കാണുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ജീൻസിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ഉള്ളിലുള്ള ജനറ്റിക്കൽ പരമായിട്ടുള്ള ജീൻസിലുണ്ടാവുന്ന പ്രശ്നം കാരണമാണ് ഈ മസ്കുലാർ ഡിസ്ട്രോഫി എന്ത് ചെയ്യുന്നത്, വരുന്നത്. നെക്സ്റ്റ് ഈസ് സ്പ്രെയിൻ. അടുത്ത കണ്ടീഷനാണ് സ്പ്രെയിൻ എന്ന് വെച്ചാൽ ഉളുക്ക്. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഉളുക്കെന്ന് പറയുന്നത്. അപ്പോൾ ഉളുക്ക് എന്താണെന്ന് നോക്കുക. is an injury which is caused by stretching or breaking of the ligament which connect bones in a joint. അപ്പോൾ ബോൺസും ജോയിൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ലിഗമെൻസിന് എന്ത് സംഭവിക്കുന്നു, ചിലപ്പം വലിയും. ചിലപ്പോൾ നമ്മൾ വോളിബോളൊക്കെ കളിക്കുന്ന സമയത്ത് ഉറക്കെ ഇങ്ങനെ അടിക്കുന്നതൊക്കെ സമയത്ത് കാലിലെ ലിഗമെൻസൊക്കെ വലിയും അല്ലേ. അപ്പം അതുപോലെ ലിഗമെൻസ് ബ്രേക്ക് ചെയ്യും, പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ സർജറിയിലോട്ടൊക്കെ പോകേണ്ടി വരും. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഓയിൻമെൻറ്റോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാം, അത് റെഡിയാക്കി എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്കെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ലിഗമെൻസ് ബോൺസും ജോയിൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ലിഗമെൻസിന് സ്ട്രെച്ചിങ്ങോ വലിവോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് പൊട്ടിപ്പോകുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്പ്രെയിൻ എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മുടെ കാലിൻ്റെ ആംഗിൾ, നമ്മൾ കണ്ടിട്ടില്ലേ കാലിൻ്റെ ആ ഒരു ആംഗിൾ, കൈയുടെ റിസ്റ്റ്, നീസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെയിൻ ഉണ്ടാവും, ഭയങ്കര സ്വെല്ലിങ് ആവും. നമ്മൾ എവിടെയാണോ, ഇപ്പോൾ ആംഗിളിലാണെങ്കിൽ കാലിൽ ഭയങ്കരമായിട്ട് സ്വെല്ലിങ് ഉണ്ടായിരിക്കും, ബ്രൂയിസസ്, മുറിവ് പോലെയൊക്കെ വരും. പിന്നെന്താണ്, നമ്മൾ നടക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ, ഇപ്പോൾ കാലിലാണെങ്കിൽ നടക്കുന്നതിനും എടുക്കുന്നതിനും ഒക്കെ ഒരു വേദനയും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും വരും. ഇത്രയാണ് സ്പ്രെയിനിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഉളുക്കിന് പകരം നിങ്ങൾ എന്ത് പറയണം, എനിക്ക് സ്പ്രെയിൻ പറ്റിയതാണെന്ന് പറയണം കേട്ടോ. ഇനി അടുത്തൊരു കണ്ടീഷനാണ് ഡിസ്ക് പ്രൊലാപ്സ്, അതായത് ഡിസ്ക് തെറ്റൽ എന്നൊക്കെ പറയും. നമുക്ക് വെർട്ടിബ്രൽ കോളം ആണ് എന്ത് ചെയ്യുന്നത്, സ്പൈനൽ കോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. സുഷംന നാഡിയെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് വെർട്ടിബ്രൽ കോളം, അതായത് നട്ടല് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെർട്ടിബ്രൽ കോളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വെർട്ടിബ്രൽ കോളത്തിനകത്ത് ആ ഓരോ കണികകളെയും നമ്മൾ പറയുന്നതാണ് വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഈ വെർട്ടിബ്രേറ്റ്സിന് ഇടയിലായിട്ടൊരു ഫ്ലൂയിഡ് പോലത്തെ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഇതുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് ബെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റിനെ നേരെ നിവർന്ന് നിൽക്കാനൊക്കെ പറ്റുന്നത്.
അപ്പോൾ ചില സമയത്ത് ഈ നമ്മുടെ വെർട്ടിബ്രേ വിയറിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോക്ക്, എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് വെർട്ടിബ്രൽ കോളം നട്ടലിൽ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ജെല്ലൈക്ക് പാർട്ട്, അതായത് ഇൻ്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. വെർട്ടിബ്രേറ്റ്സിൻ്റെ സൈഡിൽ കൂടി എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് തള്ളി വരുന്നു. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ബൾജ് ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത്, ഈ വെർട്ടിബ്രയുടെ പുറത്തേക്ക് വരുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പാർട്സിൽ മുഴുവൻ ഭയങ്കര നംനെസ് ആയിരിക്കും, ഭയങ്കര പെയിനും ക്ഷീണവും ഒക്കെ ആയിരിക്കും. നമുക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആയിരിക്കും. നമുക്ക് നമ്മുടെ കാലിനെയും നമുക്ക് ചിലപ്പോൾ സെൻസേഷൻ പോലും നമുക്ക് നഷ്ടമായേക്കാം. നമ്മുടെ അത് നടത്തത്തെ ബാധിക്കുന്നു. അങ്ങനെ ടോട്ടലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ ഒരു ആക്ടിവിറ്റീസിനെ എല്ലാം ബാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത് തന്നിരിക്കുന്നത് നോക്കിയാടെ, നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? നമുക്കിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുന്നു, നമ്മൾ മറിഞ്ഞടിച്ച് വീഴുന്നു, കുഞ്ഞുനാളിൽ എപ്പോഴും വീഴുമല്ലേ, ഇപ്പോൾ കൈ ഒടിയുന്നു, കാലൊടിയുന്നു, അല്ലെങ്കിൽ നമുക്ക് സ്വെല്ലിങ് വരുന്നു, മുറിവ് വരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ നോക്കിയേ, സ്ലിങ് എന്താണ്, നമ്മൾ കയ്യിലിടുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ സ്ലിങ് എന്ന് പറയുന്നത് അല്ലേ. അതെന്തിനാണ് ഇടുന്നത്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ വീണു, അങ്ങനെ വീണ് സമയത്ത് നമുക്ക് എന്ത് വേണം, നമ്മുടെ ആ ഒരു പെയിൻ കുറയ്ക്കണം. അത് മാത്രമല്ല, ആ ഒടിവ് സംഭവിച്ച ആ ബോൺസ് എന്ത് ചെയ്യണം, തിരിച്ച് ഊറി പിടിക്കാൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിടുന്നത്, സ്ലിങ് ഇടുന്നത്. ഓക്കെ, അതുപോലെ അടുത്ത ഒന്നാണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. സ്പ്ലിൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ ബോൺസ് ഒക്കെ ബ്രേക്ക് ആവുന്ന സമയത്ത് ഇടുന്ന ഒന്നാണ് സ്പ്ലിൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബാൻഡേജ്. നമ്മൾ ബാൻഡേജ് എപ്പോഴാണ് ചുറ്റുന്നത്? ബാൻഡേജ് എന്തെങ്കിലും മുറിവൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാൻഡേജൊക്കെ ചുറ്റുന്നത്. അപ്പോൾ ഈ 3 ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് അറിഞ്ഞിരിക്കുക. അടുത്തത് നോക്കിയാൽ മെഡിക്കൽ ഇമേജിങ് ടെക്നോളജി. ഇപ്പം നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൈ നമ്മളെവിടെയും കൊണ്ടുവന്ന് ഇടിച്ചു, ബോണൊക്കെ ഫ്രാക്ചർ ആയോ നമുക്ക് അറിയണം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് അറിയുന്നത്? ഡോക്ടേഴ്സിന് ജസ്റ്റ് കണ്ടെന്ന് വെച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവർ നമ്മളത് എന്ത് പറയും, നിങ്ങൾ പോയി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമോ, അല്ലെങ്കിൽ MRI, ഇപ്പോൾ തലയ്ക്ക് എന്തെങ്കിലും ക്ഷതമാക്കാൻ പറ്റുന്ന MRI സ്കാൻ എടുക്കാൻ പറയും. പിന്നെന്താണ് CT സ്കാൻ, അപ്പോൾ അതുപോലെ എക്സ്റേ എടുക്കാൻ പറയും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ടെക്നോളജീസ് ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഡയഗ്നോസ് ചെയ്യാൻ, രോഗനിർണയത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ സയൻസിനെയാണ് നമ്മൾ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇമേജിംഗ് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ എക്സ്റേ നമുക്ക് എടുക്കണം, ആ സമയത്ത് നമ്മുടെ കാലിൻ്റെ ഉള്ളിലെ പിക്ചറാണ്, ഇമേജാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അങ്ങനെ ഡയഗ്നോസിസ്, രോഗനിർണയം ആർക്ക് നടത്താൻ പറ്റുന്നു, ഡോക്ടേഴ്സിന് നടത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ്, ഈ ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്തതാണ് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്. സത്യത്തിൽ പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നുണ്ടോ? അവിടെ നമ്മൾ പ്രത്യക്ഷത്തിലില്ല, പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനും മൂവ്മെൻറ്റ്സ് ഉണ്ട്. Plant movements occurs according to stimuli. The internal or external instinction that evokes a response in living organism is called stimulus. Light, water, gravity, touch, chemical substances, etc. are the stimulus that cause plant movements. അതായത് ലീവിങ് ഓർഗാനിസംസിലൊക്കെ ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മീഡിയമാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വെയിലടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നമ്മൾ കൈ വെച്ചോ അല്ലെങ്കിൽ കുട എടുത്തങ്ങ് മറിക്കും. അപ്പോൾ അതൊക്കെ നമ്മളിലുണ്ടാകുന്ന ഒരു സ്റ്റിമുലസ് ആണ്. ഓക്കെ, അപ്പോൾ ലൈറ്റ്, വാട്ടർ, ഗ്രാവിറ്റി, ടച്ച് അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, പ്ലാന്റ്സിൽ സ്റ്റിമുലസ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് പറയുന്നത്. പ്ലാന്റ് മൂവ്മെൻറ്റ്സിനെ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രോപ്പിക് മൂവ്മെൻറ്റ് ആൻഡ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്താണെന്ന് നോക്കിയാൽ, മൂവ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. അതായത് ഇപ്പം നമ്മൾ ചില ചെടികളെ കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്കായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, വളർന്ന് നിൽക്കുന്നത്. നേരെ ആയിരിക്കും നമ്മൾ വളർത്തിയത്, പക്ഷേ അതെന്ത് ഇങ്ങനെ വളഞ്ഞ് സൂര്യ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അത് മൂവ് ചെയ്യുന്നത്, വളരുന്നത്. അപ്പോൾ അത്തരത്തിൽ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നാസ്റ്റിക് മൂവ്മെൻറ്റ് ആണെങ്കിലോ, മൂവ്മെൻറ്റ് നോട്ട് ഒക്കർ അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ ഒന്നും ഡയറക്ഷൻ ഇല്ലാണ്ട് സ്വന്തം ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, നാസ്റ്റിക് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോട്ടോട്രോപ്പിസം എന്ന് വെച്ചാൽ എന്താണ്, സൺലൈറ്റിൻ്റെ ആ ഒരു ഗതി അനുസരിച്ച് ചെടികൾ വളരുന്നതിനെയാണ്, അതിനനുസരിച്ച് മൂവ് ചെയ്ത് വളരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. സൂര്യൻ്റെ വെളിച്ചം എവിടെ നിന്ന് കിട്ടുന്നു അങ്ങോട്ടേക്ക് വളരുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത്. ജിയോട്രോപ്പിസം ആണെങ്കിലോ, ചില ചെടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ചില ചെടികളിലെ ഒട്ടുമിക്ക ചെടികളും എങ്ങനെയാണ്, ജിയോട്രോപ്പിസമാണ്. കാരണം റൂട്ട്
താഴേക്ക് വളരുന്നു. അതുപോലെ തന്നെ സ്റ്റെം എങ്ങനെയാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മേലേക്ക് എന്ത് ചെയ്യുന്നു, വളർന്നു പോകുന്നു. അതിനെയാണ് നമ്മൾ ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. അടുത്താണ് ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം എന്ന് വെച്ചാൽ നോക്കിയാടെ, റൂട്ട് വെള്ളമുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, പോയി വളരുന്നു. അതിന് ഓപ്പോസിറ്റായിട്ട് സ്റ്റെം എന്ത് ചെയ്യുന്നു, വളരുന്നു. സ്റ്റെം മേലേക്ക് വളരുന്നു ആൻഡ് റൂട്ട് എന്ത് ചെയ്യാണ്, ഈ വെള്ളമുള്ള പോർഷനിലേക്ക് ചെന്ന് അങ്ങോട്ട് വളരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈഡ്രോട്രോപ്പിസം എന്ന് പറയുന്നത്. ഇനി ഈ 3 മൂവ്മെൻ്റ് അല്ലാണ്ട് 2 മൂവ്മെൻറ്റ്സ് കൂടെ ഉണ്ട്, ഹാപ്റ്റോട്രോപ്പിസം ആൻഡ് കീമോട്രോപ്പിസം. ഹാപ്റ്റോട്രോപ്പിസം എന്ന് പറയുമ്പോൾ നമ്മുടെ വള്ളിച്ചെടികളൊക്കെ ഇല്ലേ, കുറച്ചൊരു പർട്ടിക്കുലർ ഇതുവരെ പൊങ്ങിയതിന് ശേഷം അതിന് എവിടെയെങ്കിലും ഒരു ഫിക്സേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ആ മരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പ് വെച്ചെടുത്ത ആ കമ്പിലേക്ക് എന്ത് ചെയ്യും, ചുറ്റി അതൊരു സ്പർശനം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, അതിലേക്ക് ചുറ്റി എന്ത് ചെയ്യുന്നു, അങ്ങനെ വളർന്നു പോകുന്നതിനാണ് വള്ളിച്ചെടികളെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹാപ്റ്റോട്രോപ്പിസത്തിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് സ്കീമോട്രോപ്പിസം. പ്ലാന്റ്സിൻ്റെ ഓവറിക്കകത്തുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്, ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പോളൻ ട്യൂബിനെ ഓവറിയിലേക്ക് കണക്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അവിടെ നിന്ന് പോളൻ ട്യൂബിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു മൂമെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കീമോട്രോപ്പിസം എന്ന് പറയുന്നത്, ത്രൂ കെമിക്കൽ സബ്സ്റ്റൻസസ്. ഇനി പറയുന്ന നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് ആണ്. അതായത് നമ്മളിപ്പോൾ ടച്ച് മീ നോട്ട്, തൊട്ടാവാടിയിൽ പോയി തൊടുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു, അടയുന്നു അല്ലേ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് ദാറ്റ് ഇസ് നോൺ ആസ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ്. സോ അപ്പോൾ ഇനി ആരെങ്കിലും മൂവ്മെൻറ്റ്സ് പ്ലാന്റ്സിനുണ്ടോ എന്ന് ചോദിച്ചാൽ പറയണം യെസ്, പലതരം മൂവ്മെൻറ്റ്സ് എന്നാണ് പ്ലാന്റ്സിനുണ്ടെന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾസൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് സെക്ഷൻസ് അറിയിക്കുക, വെദർ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഞാനത് തീർച്ചയായിട്ടും റെഡിയാക്കാനായിട്ടേ നോക്കത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ദിസ് വീഡിയോസ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് us. താങ്ക് യു.